ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ അർത്ഥം സഹിതം പറയുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് 8 മണിക്കാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ അർത്ഥം പറയുന്നത്. അതുപോലെ വ്യാഴാഴ്ച ഭഗവത്ഗീത. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത. ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദേവകാര്യ സമുദ്യുത. ദേവകാര്യ സമുദ്യുത. ആ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ദേവീദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടിട്ട് അവരുടെ കാര്യസിദ്ധിക്കും ധർമ്മം പരിപാലിക്കുന്നതിനും വേണ്ടി, ധർമ്മത്തിൻ്റെ പരിപാലനത്തിനും വേണ്ടി ഓരോ ഘട്ടങ്ങളിലും ദേവി അവതരിച്ചതായി പുരാണങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദേവന്മാരുടെ കാര്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, ലോക നന്മയ്ക്കു വേണ്ടി ഭഗവതി അവതരിച്ചിരിക്കുന്നു. അങ്ങനെ അവതരിച്ച ഭഗവതി, അതാണ് പറയുന്നത്. ഭഗവതി പല പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ സമയത്തും ദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടിട്ട് ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി, അസുര നിഗ്രഹണത്തിന് വേണ്ടി, അങ്ങനെ പല അവതാരങ്ങൾ പരമേശ്വരി എടുത്തിട്ടുണ്ട്. ആ കാര്യമാണ് ദേവന്മാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടിട്ട് ലോകത്തിന് ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി അല്ലയോ ഭഗവതി അവിടുന്ന് അവതരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവതി, ആ ഭഗവതിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നമ്മൾ അടുത്ത ചൊവ്വാഴ്ച പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ പഠിച്ചത് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യുത. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.